ഹായ് അസ്സാം വലൈക്കും. അതെ, ഇന്ന് നമ്മളെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 3 പണിക്കാരുണ്ട്. അപ്പം മതിലിൻ്റെ പണിയാണ്. കുറച്ച് ഭാഗം നമ്മൾക്ക് മതിൽ കെട്ടാനുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ ഒരു മരമുള്ള കാരണം മതിൽ കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പകുതി ഭാഗം വെച്ച് നിർത്തിയതായിരുന്നു. അപ്പോൾ ആ മരം മുറിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും അവിടെ മതിലങ്ങോട്ട് കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇവിടെ കമ്പി മുറിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ അവിടെ ഒരു ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ബെൽറ്റ് ഇടാനുള്ളത്. ആ മരം ഉണ്ടല്ലോ, ആ മരം മുറിച്ചു കൊടുത്ത് മരത്തിൻ്റെ ഒരു കുറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറുതായിട്ട് ബെൽറ്റ് ഇടണം. എന്നിട്ട് വേണം അവിടെ അതിൻ്റെ മേലെ പടവ് വരാൻ. പിന്നെ ആ ഒരു ഭാഗത്താണ് നമ്മൾ വഴി കൂടി ഇട്ടിട്ടുള്ളത്. അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മളെ കുടുംബക്കാരെ വീട് തന്നെയാണ് കേട്ടോ. അവരെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടി ആ ഒരു ഭാഗത്താണ് വഴി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറും കറികളൊക്കെ അവർക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കാബേജ് തോരൻ ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഒരു കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കാന്താരി, കറിവേപ്പില, ചെറിയ ജീരകം, ഒരു 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാബേജ് ഉപ്പേരി അപ്പോൾ തോരൻ എന്നൊക്കെ പറയില്ലേ, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നമ്മളെ തേങ്ങ അതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കാബേജ് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതിലേക്ക് കാബേജ് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചതുണ്ടല്ലോ, ഇതിലേക്ക് നല്ല ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കാബേജിൻ്റെ കൂടി നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമുക്ക് തേങ്ങ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് നമ്മൾക്ക് അടച്ച് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതവിടെ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാന്തളാണ് കറി വെക്കുന്നത്. അപ്പോഴേക്കും അവിടെ ഞാൻ പണിക്കാർക്ക് രാവിലെ വന്നപ്പോൾ തന്നെ ചായയും പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പം പിന്നെ അവർക്ക് ജ്യൂസൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തേ. ഇപ്പോൾ അത് നമ്മളെ മാന്തൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഞാനൊന്നും പറയുന്നില്ല, പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതൊക്കെ. പിന്നെ ഞാൻ കറിയൊക്കെ ഒന്ന് വറവിട്ടെടുത്ത് ഒന്ന് തൂമിച്ചൊക്കെ എടുത്ത് മാന്തൾ കറി കുറച്ച് ദിവസമായിക്കണ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിക്കണ്. അപ്പോൾ ഇതൊരു ആഴ്ച മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണിത് എഡിറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി തരിക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി കേട്ടോ. പിന്നെ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ മാന്തൾ കറിയൊക്കെ ഇങ്ങനെ ഒന്ന് വറവിട്ടെടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കാബേജ് ഞാൻ നേരത്തെ എല്ലാം തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാബേജ് ഒന്ന് തോരനൊന്ന് റെഡിയാക്കാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ കാബേജ് എല്ലാം കൂടി തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വെച്ചതായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച്. കൂടുതൽ നേരമൊന്നും കാബേജൊന്നും വേവാൻ കൂടുതൽ ടൈമൊന്നും ഇല്ലല്ലോ. കാബേജൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. കൂടുതൽ നേരമൊന്നും അടച്ച് വെക്കണമെന്നില്ല. അടച്ച് വെക്കാതെ തന്നെ കാബേജ് അങ്ങനെ തുറന്നിട്ടിട്ടും അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനവിടെ മീൻ ഫ്രൈ ചെയ്യാൻ അയലായിരുന്നു. അയലൊക്കെ മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിലിടയ്ക്ക് നമ്മളിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണിക്കാരിങ്ങനെ ഓരോ കാര്യത്തിന് വിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് അവർക്ക് ജ്യൂസ്, റോബസ്റ്റ് പഴം, പാലും ബൂസ്റ്റൊക്കെ കൂടിയിട്ട് അങ്ങനെ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പാചകം ഇങ്ങനെ പടവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ദിവസം വെച്ചിട്ടാണ് ഈ ഒരു പണി കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഈ ഒരു വീഡിയോ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് എല്ലാ ദിവസവും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ 4 ദിവസം ഒരു അടുപ്പിച്ചിട്ട് തന്നെ 3 ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ലാസ്റ്റ് ദിവസം മാത്രം പിന്നെ 2 ആൾ വന്നു. അന്ന് പിന്നെ 3 ആൾക്കുള്ള പണി ഇല്ലായിരുന്നു, 2 ആൾക്കുള്ളതേ ഉള്ളായിരുന്നു. 3 ദിവസം 3 ആൾ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ തന്നെ വരുമായിരുന്നു. അവർ 7:30 ഒക്കെ ആകുമ്പോഴത്തേന് വരും. പിന്നെ ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴത്തേന് തിരിച്ച് പോവുകയും ചെയ്യും. ചോറ് നേരത്തെ ബാങ്കൊക്കെ കൊടുത്ത് ഒരു 12:30 ഒക്കെ ആകുമ്പോഴത്തേന് ചോറൊക്കെ കൊടുക്കണം. പിന്നെ വന്നപാട് ഒരു ചായ, പിന്നെ ഒരു ജ്യൂസ്, പിന്നെ 12 മണിക്ക് ചോറ്. പിന്നെ അത് കഴിഞ്ഞാൽ അവർ പോകണ നേരത്തെ എന്തെങ്കിലും ചായ, ബേക്കറി അങ്ങനെ അതും കുടിച്ചിട്ടാണ് പിന്നെ അവർ പോവുക.
ഇപ്പോൾ നമ്മളെ കാബേജ് തോരനൊക്കെ ഇവിടെ റെഡി ആയതിന് ശേഷം ഞാനിത് നമ്മളെ അയല അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല വലിയ അയലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അയല പൊരിച്ചതൊക്കെ. അതിലങ്ങനെ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പെട്ടെന്ന് വേഗം കഴുകിയെടുത്ത്, ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും പാത്രങ്ങൾ ഓരോന്നുള്ളത് അപ്പം തന്നെ കഴുകി വെക്കൂട്ടെ, എല്ലാം കൂടി ഒരുമിച്ച് കഴുകാൻ നിൽക്കില്ല. ഒരു ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പാത്രങ്ങൾ അങ്ങനെ കഴുകിയിട്ടാണ് അടുത്ത ജോലി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല, ഉള്ളത് 2-3 ഒക്കെ വേഗം അങ്ങനെ കഴുകി വെച്ച്. ഇപ്പോൾ നമ്മളെ അതിലൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ടെടുത്ത് പിന്നെ അവർക്ക് ചോറൊക്കെ കൊടുത്ത്, ചോറൊന്നും കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ദിവസത്തേതാണ് കേട്ടോ. അപ്പം നമ്മളെ മതിൽ ഇത്രയായിട്ടുണ്ട്, പടവ് കംപ്ലീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിടക്ക്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ തേപ്പാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വഴി ഇട്ടിട്ടുണ്ട്, അവിടെ ഇനി എന്തെങ്കിലും നമ്മൾ ഗ്രിൽസ് എന്തെങ്കിലും അവിടെ വെച്ചിട്ട് അവിടെ ഒരു ഡോറ് വെച്ച് കൊടുക്കണം. ഇവിടെ ഭയങ്കര നായ്ക്കളെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. അതുപോലെ നമ്മളെ കോഴികളെ ഒന്നിനും വളർത്താൻ കഴിയണില്ല, എല്ലാത്തിനും നായ അങ്ങനെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പം ഒന്നാമത് നായൻ്റെ ഒരു ശല്യം കാരണമാണ് നമ്മളിവിടെ മതിൽ കംപ്ലീറ്റ് ഇങ്ങനെ കെട്ടാൻ തന്നെ കാരണം. പിന്നെ ഈ മതിൽ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ടായിട്ട് അവിടെ ക്ലീൻ ആക്കാനൊക്കെ. ഇവർ പിന്നെ ഒരു ബംഗാളി ഉണ്ടായിരുന്നു ഇവരെ കൂടെ. അപ്പോൾ അവർ അവിടെ കുറേ അവിടെ കല്ലും കഷ്ണങ്ങളൊക്കെ കുറേ പൊട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ അവിടുന്ന് എടുത്തിട്ട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊട്ടത്താളം ഉണ്ടല്ലോ, ഈ പൈപ്പുള്ള, ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഒന്നുണ്ടായിരുന്നു, അത് ചെറുതായിരുന്നു. അപ്പോൾ അത് പൊളിച്ച് മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു വലുതൊന്നും അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ അവർ കുറേ കല്ലും കഷ്ണങ്ങളും അതൊക്കെ അവർ കുറേ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് അവിടെ നിന്ന് അടിച്ചു വരാൻ അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് ഇതൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ ആ മതിലിൻ്റെ ആ ഭാഗത്ത് കുറേ ചെടികളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയാണല്ലോ പൂവിട്ടാൽ. ഇങ്ങനെ ഒരു ബോർഡറാക്കി അങ്ങനെ വെക്കാൻ നല്ല ഭംഗിയാണ് പൂവൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ ഓർക്കിഡ് അങ്ങനെയുള്ള ചെടികളൊക്കെ ഞാൻ ആ ഭാഗത്ത് അങ്ങനെ കൊണ്ടുപോയി വെച്ച് ഒക്കെ നല്ല റെഡിയാക്കി. പിന്നെ ഇവിടെയും തന്നെ ഇത് കുറച്ചൊരു തണലുള്ളൊരു ഏരിയയാണ്. അപ്പോൾ കുറച്ച് തണൽ ആവശ്യമുള്ള കുറച്ച് ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് ഞാനങ്ങനെ കൊടുന്ന് വെച്ച്, ഓർക്കിഡ്, ആന്തോറിയം അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ കൊടുന്ന് ഈ ഭാഗത്ത് വെച്ച്. പിന്നെ മതിൽ കെട്ടിയതിന് ശേഷം നമ്മൾക്ക് നനച്ച് കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. എന്നും മഴ ഉണ്ടായിരുന്നേ, മതിലിൻ്റെ പണി കഴിഞ്ഞ് പണിക്കാർ പോയതിന് ശേഷം എന്നും മഴ തന്നെ ഇരുന്ന്. അവിടെ മതിലിൻ്റെ പണിക്ക് വന്നവർ നമ്മളെ അടുത്തുള്ളവർ തന്നെ കേട്ടോ, കുറേ ദൂരമുള്ളവരൊന്നുമല്ല, നമ്മളെ അയൽവാസികൾ തന്നെയാണ് ഇവിടെ പണിക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ മഞ്ഞ ഓർക്കിഡാണ് ഇത് കേട്ടോ. കൂടുതലൊന്നും പൂവുണ്ടായിട്ടില്ല, ഒരു 2 പൂവേ ഉള്ളൂ. ഒന്നും കൂടി ഉണ്ടായിരുന്നു, അതൊന്നും മഴയത്ത് അങ്ങനെ പോയതാണ്. ഇപ്പോൾ അതിലിങ്ങനെ പൂവും മൊട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആന്തൂറി ഏതാ മാഷാഅല്ലാഹ് നല്ല രസമാണ്. ആന്തൂര്യത്തിൻ്റെ പൂവാണ് ഇത്, റെഡാണ്. പിന്നെ മറൂണും കൂടി ഉണ്ട് കേട്ടോ, ഇത് മറൂണാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇത് രണ്ടും ഇങ്ങനെ പൂവ് കാണാൻ. പിന്നെ ആന്തൂര്യത്തിൻ്റെ ഒന്നുകൂടി ഉണ്ട് നമ്മളെടുത്ത്, ഒരു പിങ്ക് കേട്ടോ, അതും കൂടി ഉണ്ട് എൻ്റെ അടുത്ത് കേട്ടോ, ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടുള്ളൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ എല്ലതും ഇതൊക്കെ വേറെ സ്ഥലത്ത് തന്നെ ഇരുന്നിരുന്നു. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, അങ്ങനെ നമ്മൾ കുറേ ചെടികൾ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ നമ്മൾക്കത് കാണുമ്പോൾ ഒരു എന്തോ പോലെ അല്ലേ. പിന്നെ ഒന്ന് എല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണമല്ലോ അല്ലേ. ഞാനങ്ങനെ ചെടികളൊക്കെ ഓരോ ടൈമിൽ ഓരോന്നും മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊരു ദിവസം എനിക്ക് വൈകുന്നേരം വരെ ഇതന്നെയായിരുന്നു പണി, ഈ ചെടികളൊക്കെ ശരിയാക്കലും അങ്ങനെ വേറെ പോട്ടിലേക്ക് മാറ്റലും അങ്ങനെയൊക്കെയുള്ള ഓരോ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ചെടി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ അവിടുന്ന് മാറ്റി. വെയിലാവുമ്പോൾ ഈ അഗ്ലോണിമൊക്കെ ഉണ്ടല്ലോ, അഗ്ലോണിമ കലാത്തി, അതിനൊന്നും കൂടുതൽ വെയിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തണലുള്ളിടത്തൊക്കെ അങ്ങനെ മാറ്റി വെച്ച്. കലാത്തിയൻ്റെ ലീഫൊക്കെ ഇങ്ങോട്ട് വെയിൽ കൊണ്ടിട്ട് ആകെ ഇങ്ങോട്ട് കരിഞ്ഞിരുന്നിട്ട് നമ്മൾ തീ തട്ടിയാലുണ്ടാവില്ല അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലീഫൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് ഇതൊക്കെ വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.